عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. صدق الله العظيم. وقال النبي صلى الله عليه وسلم ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. وصدق رسول المصطفى الكريم وعليه أفضل الصلوات وأزكى التسليم. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്ത് ഏൽപ്പിക്കാൻ നിശ്ചയിച്ചത് മനുഷ്യനെയാണ്. പർവ്വതങ്ങളോടും സമുദ്രങ്ങളോടും ആകാശങ്ങളോടും ഭൂമിയോടും സകല ചരാചരങ്ങളോടും അമാനത്ത് വഹിച്ചോളാൻ കൽപ്പിച്ചു. അവരത് വിലങ്ങി. ഫഅബൈന അൻ യഹ്മിൽനഹ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഹമലഹൽ ഇൻസാൻ. അൽ ഇൻസാൻ അത് ഏറ്റെടുത്തു. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു പ്രത്യേക സൃഷ്ടിയാണ് അൽ ഇൻസാൻ. ഒരു വ്യത്യസ്തനായ സൃഷ്ടി.
ഇൻസാൻ എന്ന പരിശുദ്ധ ഖുർആന്റെ വാചകത്തിനാണ് മലയാളത്തിൽ നാം മനുഷ്യൻ എന്നർത്ഥം പറയുന്നത്. അൽ ഇൻസാൻ എന്ന പദത്തോട് നേർക്കുനേരെ യോജിച്ച അർത്ഥമൊന്നുമല്ല അൽ മനുഷ്യൻ എന്ന പദം. പണ്ടുപണ്ടേ ഈ രണ്ട് കാലിലും നീണ്ടു നിവർന്ന് നടക്കുകയും കൈകൊണ്ട് വാരി തിന്നുകയും നാവുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ജീവിക്ക് മനുഷ്യൻ എന്ന് പണ്ടുപണ്ടേ നാം പറഞ്ഞു വന്നപ്പോൾ അൽ ഇൻസാൻ എന്ന മനുഷ്യൻ എന്ന് പദം കടം വാങ്ങിയെടുത്തതാണ്. ഒരു കാര്യം പരിഭാഷപ്പെടുത്തുമ്പോൾ ഒരു വാക്ക്, ഒരു ഭാഷ, ആ ഭാഷ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ആ ഭാഷ മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഭാഷയിലേക്കായിരിക്കണം തർജ്ജമ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ മലയാളികൾ കേൾക്കാൻ തുടങ്ങിയ കാലം മുതലേ അൽ ഇൻസാന് മനുഷ്യൻ എന്നർത്ഥം വെച്ചു. മനുഷ്യൻ എന്ന പദമാവട്ടെ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വഴിയുള്ള പദവും ആണ്. കാരണം ഏതാണ് ഈ മനുഷ്യൻ, എന്താണ് ഈ മനുഷ്യൻ ഇതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ ചർച്ചകൾ നടന്നിട്ടില്ല. മനുഷ്യൻ എന്ന് നാം മലയാളത്തിൽ ഉപയോഗിക്കുന്നത് ഏത് ജീവിക്കാൻ, ഏത് സൃഷ്ടിക്കാൻ, ഇതും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ച് അറിയാൻ നാം ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് നിലവിൽ രണ്ട് ഇൽമുണ്ട്, നിലവിൽ രണ്ട് അറിവുകൾ. ഒന്ന് നുബുവത്തിന്റെ ഇൽമ്, മറ്റേത് സയൻസിന്റെ ഇൽമ്, അസ്ബാബിന്റെ ഇൽമ്. ഈ രണ്ട് ഇൽമും അള്ളാഹുവിൻ്റെതാണ്. ഈ രണ്ട് ഇൽമിന്റെയും മാലിക് അള്ളാഹുവാണ്. നുബുവത്തിന്റെ ഇൽമ് അഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ്. വസ്തുക്കളുമായിട്ട് അതിന് ബന്ധമില്ല. സയൻസിന്റെ ഇൽമ്, അസ്ബാബിന്റെ ഇൽമ് ഭൗതിക കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ്. ഈ രണ്ട് ഇൽമും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മൃഗങ്ങൾക്കോ സസ്യലതാദികൾക്കോ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾക്കോ ഉള്ളതല്ല. ഈ രണ്ടറിവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെയാണ് മനുഷ്യൻ എന്ന സൃഷ്ടി മറ്റ് സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. രണ്ട് ഇൽമ് കൈകാര്യം ചെയ്യാൻ അറിയുന്നവൻ, രണ്ട് ഇൽമ് കൈകാര്യം ചെയ്യാൻ യോഗ്യതയുള്ളവൻ. ഒരു ഇൽമ് ഭൗതിക ഇൽമാണ്, മറ്റേ ഇൽമ് അഭൗതിക കാര്യങ്ങളെ പറ്റിയുള്ള ഇൽമാണ്. അഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള അറിവാണ് നുബുവത്തിന്റെ അറിവ്. ഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള അറിവാണ് സയൻസിന്റെ അറിവ്. മനുഷ്യനെ സംബന്ധിച്ച് ഈ രണ്ട് അറിവ് വ്യത്യസ്ത മേഖലകളിലാണ്. നുബുവത്തിന്റെ ഇൽമൻ ഇറക്കി വെച്ചാൽ മതി, എന്നാൽ കുറച്ച് നേരെ നേരെ മനുഷ്യനെ സംബന്ധിച്ച് ഈ രണ്ട് അറിവ് രണ്ട് തട്ടിലാണ്. നുബുവത്തിന്റെ ഇൽമനുസരിച്ചുള്ള മനുഷ്യൻ, സയൻസിന്റെ ഇൽമനുസരിച്ചുള്ള മനുഷ്യൻ. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന മനുഷ്യൻ നുബുവത്തിന്റെ ഇൽമനുസരിച്ചുള്ള മനുഷ്യനാണ്, സയൻസിന്റെ ഇൽമനുസരിച്ചുള്ള മനുഷ്യനല്ല. കാരണം സയൻസിന്റെ ഇൽമനുസരിച്ചുള്ള മനുഷ്യനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ നാം ആകെ നുബുവത്തിന്റെ താരീഖ് മാറ്റിമറിക്കേണ്ടി വരും. ദീനുൽ ഇസ്ലാം വന്ന വഴിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ ചില കാര്യങ്ങൾ നാം സ്ഥാപിക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്ന പല വിഷയങ്ങളെയും നാം മറച്ചു വെക്കേണ്ടി വരും. സയൻസിന്റെ അനുസരിച്ചുള്ള മനുഷ്യനെ നാം പ്രതിപാദിക്കാൻ തുടങ്ങിയാൽ
നബുവത്തിന്റെ അനുസരിച്ചുള്ള മനുഷ്യനെയാണ് കിതാബുകൾ ചർച്ച ചെയ്തത്. മൂസ നബിക്ക് ഇറക്കി കൊടുത്ത തൗറാത്ത്, ദാവൂദ് നബിക്ക് ഇറക്കി കൊടുത്ത സബൂർ, ഈസ നബിക്ക് ഇറക്കി കൊടുത്ത ഇഞ്ചീൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത ഖുർആൻ. ഈ കിതാബുകളിൽ ചർച്ച ചെയ്തിരിക്കുന്ന മനുഷ്യൻ നബുവത്തിന്റെ അനുസരിച്ചുള്ള മനുഷ്യനെയാണ്. ഇപ്പൊ മനുഷ്യൻ എന്ന മലയാളത്തിലെ പ്രയോഗം സയൻസിന്റെ അനുസരിച്ചുള്ള ജീവിക്കും ആവാം, നബുവത്തനുസരിച്ചുള്ള നബുവത്തിന്റെ അനുസരിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ചും ആവാം മനുഷ്യൻ എന്ന പദപ്രയോഗം. ഈ മനുഷ്യൻ എന്ന പദപ്രയോഗമാണ് ഇവിടെ ആകെ പ്രശ്നമുണ്ടാക്കിയത്. രണ്ട് കാലിൽ നീണ്ടു നിവർന്ന് നടക്കുന്ന, രണ്ട് കൈ കൊണ്ട് വാരി തിന്നുന്ന, നാവുകൊണ്ട് സംസാരിക്കുന്ന, തലയോടും തലയോട്ടിനകത്ത് ഇച്ചിരി തലച്ചോറും ഉള്ളൊരു ജീവി. ആ ജീവിക്കാണ് മനുഷ്യൻ എന്ന് പേരിട്ടിരിക്കുന്നത്. ആ ജീവിക്കാണ് മനുഷ്യൻ എന്ന് പേരിട്ടിരിക്കുന്നത്. കിതാബ് ഇറങ്ങി ആ പരിശുദ്ധ ഖുർആൻ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടേണ്ടി വന്നപ്പോൾ, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ മനുഷ്യൻ തന്നെയാണ് പറയുന്നത്. ഖുർആൻ ഇറങ്ങിയിട്ട് 1400 ചില്ലാൻ കൊല്ലം ആയിട്ടുള്ളൂ. കേരളത്തിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 1600 കൊല്ലമല്ല. മലയാള ഭാഷ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഭാഷയാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കി എടുക്കണം. എന്നിട്ടാണ് ഖുർആൻ ശരീഫ് കേരളത്തിലേക്ക് വരുന്നത്. വളരെ അടുത്ത കാലത്താണ് ഖുർആൻ ശരീഫ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത്. ആ ഖുർആൻ ശരീഫിൽ അൽ ഇൻസാൻ എന്ന വാക്കിന്, അല്ലെങ്കിൽ ബനു ആദം എന്ന വാക്കിന് പരിഭാഷകൻ മനുഷ്യൻ എന്ന് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് മനുഷ്യനെ സംബന്ധിച്ചാണ്. മനുഷ്യനെ സംബന്ധിച്ചുള്ള ചർച്ച മുബഹമാക്കി വെക്കുകയും അവ്യക്തമാക്കി വെക്കുകയും എന്നിട്ട് ദീനുൽ ഇസ്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണെന്ന് ചർച്ച ചെയ്യുകയും ചെയ്താൽ ഒരു കാരണവശാലും ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അൽ ഇൻസാനെ സംബന്ധിച്ചല്ല, അൽ ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. 4 കാര്യങ്ങൾ അല്ലാഹു തആല കിതാബുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി എല്ലാ കിതാബുകളിലും ചർച്ച ചെയ്ത ആദ്യത്തെ വിഷയം അൽ ഇൻസാനാണ്, മനുഷ്യനെ സംബന്ധിച്ചാണ്. ഖുർആൻ ശരീഫും ചർച്ച ചെയ്ത ആദ്യത്തെ വിഷയം അൽ ഇൻസാൻ, മനുഷ്യനാണ്. രണ്ടാമത്തെ വിഷയം അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. മൂന്നാമത്തെ വിഷയം അൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. നാലാമത്തെ വിഷയം അൽ ആഖിറ, ആഖിറത്തെ സംബന്ധിച്ചാണ്. മുൻഗണനാക്രമത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ആദ്യം മനുഷ്യൻ, രണ്ടാമത് മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ബന്ധം, 3 ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന രീതി, 4 പര്യവസാനം ആഖിറത്തിൽ. ഇത് 4ഉം കൂടി മനസ്സിലാക്കിയെടുക്കുമ്പോഴേ ഉള്ളൂ എന്താണോ മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് മനസ്സിലാക്കുക. ഇന്ന് ലോകത്ത് മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് 3 വ്യവസ്ഥിതികളാണ്. ഒന്ന് മതങ്ങൾ പുരാണങ്ങളെയോ ഐതിഹ്യങ്ങളെയോ ലാക്കാക്കി അടിസ്ഥാനമാക്കി മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ആദർശത്തെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് മതങ്ങളുടെ പോളിസി. ഹിന്ദുമതം പോലെ, ക്രിസ്തുമതം പോലെ, ജൂതമതം പോലെ, മജൂസി മതം പോലെ, പിന്നെ ഉപമതങ്ങൾ ഒരുപാട് വേറെയും കാണാം. എന്താണ് മതങ്ങളുടെ താല്പര്യം? എന്താണ്? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ആദർശത്തെ ബന്ധിപ്പിക്കുക, എന്നിട്ട് കുറെ അനുഷ്ഠാനങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതാണ് മതങ്ങൾ ഉദ്ദേശിക്കുന്നത്. മതങ്ങൾക്ക് വലിയ പ്രൊപ്പഗണ്ടകളോ വലിയ ലക്ഷ്യങ്ങളോ കഴിഞ്ഞുപോയ കുറെ കാര്യങ്ങളോ വരാനിരിക്കുന്ന കുറെ കാര്യങ്ങളോ ഇതൊന്നും മതങ്ങൾക്ക് പറയാനില്ല.
മതങ്ങൾക്ക് പറയാനുള്ളത് അന്നന്ന് നടക്കുന്ന ആവശ്യങ്ങളെ ആദർശവുമായി ബന്ധിപ്പിച്ച് കുറെ അനുഷ്ഠാനങ്ങളെ പൂർത്തിയാക്കാൻ പ്രാപ്തരാക്കുക. അതിന് ഭരണകൂടവും പുരോഹിതന്മാരും ഉണ്ടാക്കിയെടുക്കുന്ന ടൈം ടേബിൾ അനുസരിച്ചും അതേപോലെ തന്നെ അതിന് ആവശ്യമായ വിഷയങ്ങളനുസരിച്ചും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതാണ് മതങ്ങൾ. ഹിന്ദുമതം പരിശോധിച്ചു നോക്കിയാൽ, ക്രിസ്തുമതം പരിശോധിച്ചു നോക്കിയാൽ, മറ്റേത് മതം പരിശോധിച്ചു നോക്കിയാലും അത് നമുക്കത് കാണാം. ഭരണകൂടവും പുരോഹിതവർഗവും തമ്മിൽ യോജിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസത്തെ അവരെ ആവശ്യവുമായിട്ട് ബന്ധിപ്പിച്ച് അതിനായി കുറെ കർമ്മങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. അപ്പോൾ എന്താവും? ഭരണകൂടം, പുരോഹിത വിഭാഗം, സാധാരണക്കാരായ ജനം, ഇവർ മൂന്ന് കൂട്ടരും കൂടി ഈ ലോകത്ത് ഒരു പ്രോഗ്രാം തയ്യാറാക്കി കൊണ്ടുവരും. ഇതാണ് മതങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിലത് മനുഷ്യനെ സംബന്ധിച്ച് ഇന്നലകളുടെ കുറെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇന്നുകൾ ആ യാഥാർത്ഥ്യങ്ങളുടെ ജീവിക്കുന്ന സാക്ഷിത്വം സ്വീകരിച്ച് നാളുകളിൽ അതിന്റെ ഫലം ആസ്വദിപ്പിക്കുക എന്നുള്ള വ്യക്തമായൊരു പ്രോഗ്രാം മതങ്ങൾക്ക് മുമ്പിലില്ല. രണ്ടാമത്തത് ഇസങ്ങളാണ്. സോഷ്യലിസം പോലെ, കമ്മ്യൂണിസം പോലെ, സെക്യുലറിസം പോലെ, ക്യാപിറ്റലിസം പോലെ ഇസങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങളുമായി വസ്തുക്കളെ ബന്ധിപ്പിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകളാണ് ഇസക്കാർക്ക് സമർപ്പിക്കാനുള്ളത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വസ്തുക്കളെ സംഘടിപ്പിക്കുക. അതിനവർ ഉപയോഗിക്കുന്നത് മാലിനെയും മുൽക്കിനെയും ആണ്, അധികാരത്തെയും പണത്തെയും. അപ്പൊ അധികാരവും പണവും ഉപയോഗിച്ച് വസ്തുക്കൾ സംഘടിപ്പിച്ച് മനുഷ്യന്റെ ആവശ്യം പൂർത്തിയാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇസക്കാരന്റെ പോളിസി. കമ്മ്യൂണിസം ചെയ്തത് അതാണ്. നമ്മളെ ജീവിതത്തിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട. ഇപ്പോ ലോകത്ത് ഒരു നൂറ്റാണ്ട് കാലം കമ്മ്യൂണിസം ചെയ്തത് അതാണ്. വസ്തുക്കളെ സംഘടിപ്പിച്ച് മനുഷ്യന്റെ ആർത്തി തീർക്കാൻ എന്താണ് പ്രോഗ്രാം എന്നതിനെ പറ്റിയാണ് ആലോചന. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് മാനദണ്ഡങ്ങൾ, ഒന്ന് അധികാരവും മറ്റേത് പണവും ആണ്. ഇതാണ് ഇസങ്ങൾ. ഈ രണ്ട് വിഭാഗത്തിനും മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ലോകത്തിന്റെ മുമ്പിൽ വെക്കാനുണ്ടായിട്ടില്ല. മതക്കാർ മനുഷ്യനെ സംബന്ധിച്ച് വികലമായ ചില ഭാവനകൾ പറഞ്ഞു തീർത്തപ്പോൾ ഇസക്കാർ മനുഷ്യനെ സംബന്ധിച്ച് സങ്കീർണമായ ഒരു സൃഷ്ടിയുടെ അസ്തിത്വമായിട്ട് കണ്ടു. രണ്ടു കൂട്ടരും മനുഷ്യനെ സംബന്ധിച്ചുള്ള ചർച്ച നീട്ടിക്കൊണ്ടുപോകുകയും ഒരിടത്തും എത്താതെ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. മൂന്നാമത്തത് ഇസ്ലാമാണ്. രണ്ടിന്റെ ഇടയിൽ ഒരു ഭാഗത്ത് മതങ്ങൾ, മറുഭാഗത്ത് ഇസങ്ങൾ. രണ്ടിന്റെയും ഇടയിൽ നേർരേഖയാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അടിമത്വം സ്വീകരിക്കുക വഴി മനുഷ്യൻ അവന്റെ ആദർശത്തെ അനുഷ്ഠാനവുമായി ബന്ധിപ്പിച്ച് ആവശ്യങ്ങളെ അല്ലാഹുവിൽ നിന്ന് നേടിയെടുക്കുക എന്നതാണ് ദീനുൽ ഇസ്ലാം മുന്നിൽ വെക്കുന്ന പ്രോഗ്രാം. രണ്ട് മതക്കാരും ഇസക്കാരും വെക്കുന്നതിൽ വ്യത്യസ്തമായൊരു രീതിയാണ്, തികച്ചും വ്യത്യസ്തമാണ്. ദീനുൽ ഇസ്ലാം ആധികാരികമായിട്ട് കാണുന്നത് യജമാനായ അല്ലാഹുവിനെയാണ്, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെയാണ്. ആ അല്ലാഹുവുമായി മനുഷ്യന്റെ ബന്ധം ആദർശാധിഷ്ഠിതമാണ്. അതിന് ഈമാൻ എന്ന് പറയുന്നത്. ഈമാനിന്റെ വിപുലീകരണം അഥവാ അല്ലാഹുവുമായി ഈമാനിലൂടെ അടിമക്ക് ബന്ധപ്പെടാനുള്ള വഴി അഅ്മാലാണ്, അനുഷ്ഠാനങ്ങളാണ്. അനുഷ്ഠാനങ്ങളുടെ കർമ്മരംഗം പൂർണ്ണമായി മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പ്രവാചകനാണ്. ഈ രീതിയിൽ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ആവശ്യങ്ങളുമായി ആദർശത്തെ ബന്ധിപ്പിക്കാതെ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യവുമായി ആദർശത്തെ ബന്ധിപ്പിക്കുകയും അനുഷ്ഠാനങ്ങളെ കൊണ്ടത് പ്രാപ്തിയാക്കിയെടുക്കുകയും ഇവകൾ ചെയ്ത് യഥാർത്ഥ ഉടമസ്ഥനെ സ്വന്തമാക്കി ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന വിശാലമായ ഒരു ചിന്തയാണ് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ദീനുൽ ഇസ്ലാം ഇട്ടുകൊടുത്തത്. അതുകൊണ്ടാണ് കിതാബുകളിലെല്ലാം മനുഷ്യനെ സംബന്ധിച്ച് നല്ല വ്യക്തമായൊരു
ഒരു ചർച്ച കിതാബുകളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നുബുവത്തിന്റെ അനുസരിച്ചുള്ള മനുഷ്യനെ മനസ്സിലാക്കിയെടുക്കുമ്പോഴേ ഉള്ളൂ ദീനുൽ ഇസ്ലാമിനെ ആദർശ അനുഷ്ഠാനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. മതക്കാരുടെ മനുഷ്യന്റെ മുമ്പിൽ ആദർശത്തെ വെക്കാൻ ഒന്നുമില്ല. ഇസക്കാരുടെ മനുഷ്യനാവട്ടെ സങ്കീർണത കൂടുതലുള്ളതും ആണ്. നുബുവത്തിന്റെ താരീഖുമായി ഇസക്കാരന്റെ മനുഷ്യന് ബന്ധമുണ്ടാകുകയില്ല. നമ്മൾ പരിശോധിച്ച മനസ്സിലാകുന്ന വിഷയം അതാണ്. അത് ഒന്നാമത്തെ വിഷയം. ആദ്യമായി മനുഷ്യരുടെ ഉദ്ധാരണത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിയ കിതാബ് തൗറാത്താണ്. 4 കിതാബുകളിൽ ആദ്യത്തെ കിതാബ് തൗറാത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യനോട് സംസാരിക്കാൻ അള്ളാഹു അവന്റെ വാക്കുകൾ കുറിച്ചിട്ട ഗ്രന്ഥത്തെ പ്രവാചകനെ ഏൽപ്പിക്കുന്നത് തൗറാത്ത് എന്ന കിതാബിനെയാണ്. ഈ തൗറാത്ത് എന്ന കിതാബ് മനുഷ്യനെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ട് ഈ 2000-ലേക്ക് കൃത്യമായി കണക്ക് നോക്കിയാൽ 4000 വർഷത്തിന്റെ കാലാവധിയേ ഉള്ളൂ. തൗറാത്ത് എന്ന കിതാബിന് ആകെ 4000 വർഷത്തെ പ്രായമേ നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ആ കിതാബ് ഇറക്കിയത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ കയ്യിലാണ്. ഈജിപ്ത് കേന്ദ്രമാക്കിക്കൊണ്ടാണ് ആ കിതാബിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, 4000 വർഷം പഴക്കമുള്ള ഈ കിതാബ് നുബുവത്തിന്റെ ഇൽമനുസരിച്ചുള്ള മനുഷ്യനുമായിട്ടാണോ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക, സയൻസിന്റെ ഇൽമനുസരിച്ചുള്ള മനുഷ്യനുമായിട്ടാണോ ബന്ധിപ്പിക്കാൻ കഴിയുക? സയൻസിന്റെ ഇൽമനുസരിച്ച് മനുഷ്യൻ എന്ന 2 കാലിൽ നടക്കുന്ന ജീവി ഭൂലോകത്തുണ്ടായിട്ട് ലക്ഷോപലക്ഷം വർഷമായി എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ആ ഇൽമിന്റെ സ്രോതസ് ഏതാ? ആ ഇൽമ വന്ന വഴി ഏതാ? ഈ ലക്ഷക്കണക്കിന് പഴക്കമുള്ള മനുഷ്യന്റെ അസ്തിത്വം വന്ന വഴി ഏതാ? അതിനെ സംബന്ധിച്ച് നമുക്ക് നുബുവത്തിന്റെ ഇൽമനുസരിച്ച് ഒരു വിഷയവും പിടുത്തം കിട്ടുകയില്ല. സയൻസിന്റെ ഇൽമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച കുറെ മനുഷ്യർ 2 കാലിൽ നടക്കുന്ന മനുഷ്യൻ എന്ന ജീവിയെ പൗരാണികത്വമുള്ള കുറെ ജീവജാലങ്ങളുമായി അസ്തിത്വ ബന്ധമുണ്ടാക്കി കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സൃഷ്ടിയാണ് ഈ മനുഷ്യൻ എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഇതെല്ലാം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ നമ്മൾ ശീലിച്ചിട്ടുണ്ട് സയൻസിന്റെ ഇൽമിന്റെ പേര്. ഈ കോടിക്കണക്കിന് കൊല്ലം പഴക്കമുള്ള മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് 4000 കൊല്ലം പഴക്കമുള്ള കിതാബിനെ ബന്ധപ്പെടുത്താൻ പറ്റുക എങ്ങനെയാണ്? രണ്ടാമത്തെ കിതാബ് ഇറങ്ങിയിട്ട്, അഥവാ സബൂർ എന്ന കിതാബ് ഇറങ്ങിയിട്ട് 3000 വർഷത്തിന്റെ പഴക്കമേ ഉള്ളൂ. ഈ 2000-ലേക്ക് ദാവൂദ് നബിക്കാണ് ആ കിതാബ് ഇറക്കി കൊടുത്തത്. ഈ ദാവൂദിനെ ഇറക്കി കൊടുത്ത ഈ സബൂർ എന്ന കിതാബിന്റെ 3000 കൊല്ലം എന്ന പ്രായത്തെ ഏത് മനുഷ്യന്റെ അസ്തിത്വമായിട്ടാണ് അല്ലെങ്കിൽ ഉൽപ്പത്തിയുമായിട്ടാണ് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക? മൂന്നാമത്തെ കിതാബ് ഇഞ്ചീൽ എന്ന കിതാബാണ്. 2000 വർഷം പഴക്കമാണ് ഇഞ്ചീൽ എന്ന കിതാബിന് ഈ 2000-ലേക്ക് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും, സമൂഹത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും. ആയിരക്കണക്കിന് വർഷത്തിന്റെ കണക്ക് പറയുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ പ്രശ്നമാക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ട് 1448 വർഷമേ ആയിട്ടുള്ളൂ. ഏത് മനുഷ്യരുമായിട്ടാണ് നമുക്ക് ഇതിന് ബന്ധിപ്പിക്കേണ്ടതിരിക്കുക? അപ്പൊ കിതാബിന്റെ രേഖ അനുസരിച്ച് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവാചകത്വത്തിന് 4000 കൊല്ലം കണക്ക് കൂട്ടിയാൽ തുടർന്ന് അങ്ങോട്ട് മനുഷ്യന്റെ തുടക്കക്കാരനിലേക്ക് നുബുവത്തിനെ ചേർത്താൽ നമുക്ക് ഖുർആൻ മനസ്സിലാക്കി തരുന്ന മനുഷ്യനെ പിടുത്തം കിട്ടി. അങ്ങനെ മൂസ നബിയിൽ നിന്ന് നുബുവത്തിന്റെ തുടക്കക്കാരനിലേക്ക് ഇൻസാനിയത്തിനെ ചേർത്താൽ മതി, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ അസ്തിത്വത്തെ ചേർത്താൽ മതി. അപ്പോൾ ഫ്രഷ് മനുഷ്യന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ വരും. ഖുർആന്റെ ഭാഷയിൽ മനുഷ്യൻ എന്ന സൃഷ്ടി ഫ്രഷാണ്, ഒരു പുതുമയുള്ള സൃഷ്ടിയാണ്.
മറ്റ് സൃഷ്ടിജാലങ്ങളുമായിട്ടൊന്നും ഒരു തരത്തിലുള്ള ഉൽപ്പത്തി ബന്ധവും ഇല്ലാത്ത സ്വതന്ത്രനായ ഒരത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ എന്നാണ് കിതാബ് പരിചയപ്പെടുത്തി തരുന്നത്. നബുവത്തിന്റെ ഇൽമനുസരിച്ച് മനുഷ്യരിലെ തുടക്കക്കാരൻ ആദമാണ്. ആണല്ലോ നമ്മൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണല്ലോ. ആദമിന്റെ പ്രായം നമുക്ക് കിട്ടിയാൽ അൽ ഇൻസാന്റെ പ്രായം കിട്ടി. പിന്നെ എന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്നും കിടക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ആദമിന്റെ പ്രായം കിട്ടിയാൽ മതി. ഭൂമിയിൽ ആദം എന്ന ആ മനുഷ്യന്റെ പ്രായം കിട്ടിയാൽ മനുഷ്യന്റെ പ്രായം അത് കിട്ടിയത്. അപ്പുറം ഇപ്പോഴും വേറെ മനുഷ്യനെ അന്വേഷിക്കേണ്ട ആവശ്യമോ ദിനോസറുകളിലേക്കോ ചിമ്പാൻസികളിലേക്കോ ജർവകളിലേക്കോ മനുഷ്യന്റെ അസ്തിത്വത്തെ അല്ലെങ്കിൽ ഉൽപ്പത്തിയെ വ്യാപിപ്പിച്ച് മനുഷ്യ ചരിത്രം സങ്കീർണമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഈ വിഷയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൽ ജൂതനസാറാക്കൾക്ക് വലിയ കൈയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഓറിയന്റലിസ്റ്റുകളും സയനിസ്റ്റുകളും മനുഷ്യ ചരിത്രത്തെ വികലമാക്കി അവരുടെ മതത്തെ ആദർശവൽക്കരിക്കാൻ മധ്യകാലഘട്ടത്തിൽ മെനക്കെട്ട ഒരുപാട് രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. മനുഷ്യന്റെ ചരിത്രത്തെ ആദർശവൽക്കരിക്കുന്നത് ജൂതനസാറ ഇസങ്ങളിലൂടെ ആവണമെന്നും മറ്റുള്ളതെല്ലാം വെറും ജൽപ്പനങ്ങളാണെന്നും ജൂതനസാറ സമൂഹമാണ് മനുഷ്യന്റെ ദാർശനികതയ്ക്ക് ആധികാരികതയുള്ളതെന്നും വരുത്തി തീർക്കാൻ ഒരുപാട് വേലകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് മധ്യകാലഘട്ടത്തിൽ. പ്രത്യേകിച്ചിട്ട് 17, 15, 16 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ, ക്രിസ്താബ്ദം 15, 16 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അറിവിന്റെ മേഖലകളെ ഒരുപാട് വഞ്ചനാത്മകമായ വഴികളിലേക്ക് തിരിച്ചുവിട്ട് ആവിഷ്കാരം നടത്തിയിട്ടുണ്ടവർ വരും തലമുറകളെ വഞ്ചിക്കാനും ചതിക്കാനും. അതൊന്നും ഇപ്പോൾ വിശദമായിട്ട് ഞാനിവിടെ പലർക്കും സമയം കളയുന്നില്ല. ഗ്രഹിക്കാൻ ചില വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നു മാത്രം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ജൂതനസാറ സമൂഹം ഈ ലോകത്തെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അത് ഇനിയൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. കാരണം അത് മനസ്സിലായിക്കൊണ്ടേ വരികയാണ്. ഓരോ കാലം കഴിയുമ്പോഴും മനസ്സിലായിക്കൊണ്ടേ വരികയാണ്. റോമൻ സാമ്രാജ്യത്വ ശക്തികൾ കഅബാലയത്തെ തകർത്ത് മക്ക കേന്ദ്രമായി കൊണ്ടുള്ള ഏതാണ്ട് ഒരു 3,000-4,000 വർഷം പഴക്കമുള്ള ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കി ഇസ്മായിലി കുടുംബം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ലോകത്തുണ്ടായിട്ടില്ല. ഇസ്ഹാക്കി കുടുംബത്തിൽ ഈസയിലാണ് ആദർശത്തിന്റെ പൊലിമ ചെന്ന് അവസാനിക്കുന്നത് എന്ന് വരും ലോകത്തെ അറിയിക്കാൻ കഅബാലയത്തെ പൊളിച്ച് അതിന്റെ കല്ലും മണ്ണും ഉപയോഗിച്ച് യമനിൽ ചർച്ച് പണിത് ആ ചർച്ചിന്റെ മൂലയിൽ ഹജറുൽ അസ്വദ് സ്ഥാപിച്ച് ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാക്കിലൂടെ ഈസാ അലൈഹിസ്സലാമിൽ എത്തുന്ന ഒരു സമൂഹത്തെ വരും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി റോം ചെലവഴിച്ചത് എത്ര കോടികളാണെന്ന് അറിയില്ല, എത്ര ലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകളാണെന്ന് അറിയില്ല, എത്രയോ ലക്ഷങ്ങൾ വരുന്ന മിഷണറിമാരെ ഒന്നും അറിയില്ല. പക്ഷെ ഒന്നും വിജയിച്ചില്ല. ഒറ്റ വാക്കിൽ അല്ലാഹു തആല പറഞ്ഞു തീർത്തു. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഒറ്റ വാക്കിൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ തന്ത്രം പാളിപ്പോയില്ലേ നബിയേ? തന്ത്രം എന്താണ് നമ്മൾ പഠിച്ചെടുത്തോളണം. അള്ളാഹു ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. കഅബാലയത്തെ പൊളിക്കാൻ അബ്രഹത്തിന്റെ പട്ടാളം വന്ന വിഷയത്തെ അഷ്റഫുൽ ഖൽഖിനെ അറിയിക്കുകയായിരുന്നു അല്ലാഹു തആല. ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ചരിത്രത്തിന്റെ ദൈർഘ്യത ഭയങ്കരമാണ്. നാം അതിനെപ്പറ്റി ആലോചിക്കാത്തതുകൊണ്ട്, ആ ഭാഗത്തേക്ക് നമ്മൾ തിരിയാത്തത് കൊണ്ടും ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാത്തത്. ഒരു വിഷയം അറിയിക്കുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങളെ. അഷ്റഫുൽ ഖൽഖിനെ പ്രസവിക്കുന്നതിന് മുമ്പേ നടന്നൊരു സംഭവമാണത്. ആ സംഭവത്തെ ഒരു 3-4-5 ആയത്തിൽ ഒതുക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അല്ലാഹു പറയുന്നു, അഷ്റഫുൽ ഖൽഖ് മനസ്സിലാക്കുന്നു. ഇല്ലേ? അല്ലാഹു പറയുന്നു, അഷ്റഫുൽ ഖൽഖ് മനസ്സിലാക്കുന്നു. ആരാ അഷ്റഫുൽ ഖൽഖ്? അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലാക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. ഒറ്റ വാക്യം അല്ലാഹു തആല വെച്ചതാണ്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അന്നെങ്ങാനും ആ തന്ത്രം വിജയിച്ചിരുന്നുവെങ്കിൽ
അല്ലാഹു അക്ബർ. പക്ഷെ വിജയിക്കാൻ പ്രശ്നമില്ല, കാരണം അള്ളാഹുവിന്റെ കയ്യിലാണല്ലോ കാര്യങ്ങളെ കിടപ്പ്. ബിയദിഹി മലകൂത്തുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ നിയന്ത്രണം കംപ്ലീറ്റ് അള്ളാഹുവിന്റെ കയ്യിലാണല്ലോ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി പറഞ്ഞുതരികയാണ്. മനുഷ്യനാണല്ലോ, ചരിത്രം പഠിക്കേണ്ടവൻ മനുഷ്യനാണ്, മൃഗങ്ങളല്ല. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവൻ മനുഷ്യനാണ്, മൃഗങ്ങളല്ല. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ആദർശത്തെ, അനുഷ്ഠാനങ്ങളെ ആദർശവുമായി ബന്ധിപ്പിച്ച് ആദർശത്തിലൂടെ ഉടമസ്ഥന്റെ അടിമയാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലാഹു തആല മനുഷ്യർക്ക്. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ആദ്യത്തെ മനുഷ്യൻ ആദമാണ്. ഇഞ്ചീൽ എന്ന കിതാബ് ഉപയോഗിച്ച് ഈസാ നബിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ആദമിനെ തന്നെയാണ്. മൂസ നബിന്റെ തൗറാത്തിലും ദാവൂദ് നബിന്റെ സബൂറിലും ആദ്യത്തെ മനുഷ്യൻ ആദം തന്നെയാണ്. ഈ ആദം നബുവത്തിന്റെ ഇൽമനുസരിച്ചുള്ള ആദ്യത്തെ മനുഷ്യനാണ്. അതേസമയത്ത് സയൻസിന്റെ ഇൽമനുസരിച്ച് അങ്ങനെ ഒരു മനുഷ്യൻ നിലവിലില്ല. സയൻസിന്റെ ഇൽമനുസരിച്ച് ഒരു ആദം ചർച്ച ചെയ്യപ്പെടുന്നില്ല. സയൻസിന്റെ ഇൽമനുസരിച്ച് അങ്ങനെ ഒരു ആദമിന്റെ സന്തതികളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. സയൻസിന്റെ അഖിലകാര് ഹിസ്റ്ററി നിർമ്മിക്കാൻ വേണ്ടി മെനക്കെടുമ്പോൾ, ചരിത്രം നിർമ്മിക്കാൻ വേണ്ടി മെനക്കെടുമ്പോൾ, നാഗരികത പ്രാപിച്ച മനുഷ്യനെ നാഗരികതയില്ലാത്ത മനുഷ്യനിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മിസ്റ്റർ സി വി ചെറിയാനെ പോലെയുള്ള പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ. അവരെന്തിനാ ശ്രമിച്ചത്? നാഗരികതയുള്ള മനുഷ്യനിൽ നാഗരികതയില്ലാത്ത മനുഷ്യനിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ. അതിന് ചില വർഷത്തിന്റെ കണക്കുകൾ സി വി ചെറിയാനെ പോലെ ആൾക്കാരെ നിരത്തി തരുമ്പോൾ നുബുവത്തിന്റെ ഇൽമനുസരിച്ച് ആദമിന്റെ പ്രായവുമായി നാഗരികത പ്രാപിച്ച മനുഷ്യന്റെ പ്രായത്തെ കണക്കാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതെല്ലാം വായിച്ച് കണക്ക് കൂട്ടുമ്പോഴാണ് എന്തൊക്കെയോ കർമ്മത്തരങ്ങൾ ഇവർ മധ്യകാലഘട്ടത്തിൽ വരും കാലഘട്ടത്തെ കബളിപ്പിക്കാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ലൈറ്റസ്റ്റ് എൻസൈക്ലോപീഡിയ എന്നൊരു പുസ്തകമുണ്ട്. 1973 മുതൽ BC 35,000 വരെയുള്ള ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഒരു ചരിത്രരേഖ, ഒരു എൻസൈക്ലോപീഡിയ. അതില് 1973 മുതൽ പിറകോട്ട് 100, 500, 1000 കൊല്ലം വീതം പിറകോട്ട് തള്ളിയാൽ BC ഏതാണ്ട് 8000, 7000 എത്തുമ്പോഴേക്കും നാഗരികത പ്രാപിച്ച മനുഷ്യന്റെ ചരിത്രം തീരുകയും പിന്നെ കാട്ടുമനുഷ്യനിലേക്ക് മനുഷ്യ ചരിത്രം വ്യാപിക്കുകയും ചെയ്യുന്നതായിട്ടാണ് എൻസൈക്ലോപീഡിയക്കാരെ കണക്കൂടി തന്നിരിക്കുന്നത്. അപ്പൊ അതിന് എന്തൊക്കെയോ കടന്നുകൂടിയിട്ടുണ്ട്, എന്തെല്ലോ കപടതകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം നുബുവത്തിന്റെ ഇൽമനുസരിച്ചുള്ള മനുഷ്യനെ സംബന്ധിച്ച് ചർച്ചയില്ല എന്ന് പറഞ്ഞത്. അത് വെറും ഒരു സങ്കല്പമായിട്ട് തള്ളേണ്ടതാണ് എന്ന് പറഞ്ഞത്. ഇനി സങ്കല്പമായിട്ട് തള്ളേണ്ടത് എന്ന് പറയുമ്പോൾ സയൻസിന്റെ ശാസ്ത്രീയമായ ഗവേഷണങ്ങളെയോ ശാസ്ത്രീയമായ നിഗമനങ്ങളെയോ കള്ളത്തരമാണെന്നോ ഇല്ലാത്തതാണെന്നോ പറയാൻ നമ്മൾ തയ്യാറില്ല. നമ്മളതിന് എന്ത് പറയും? ആദമിന് മുമ്പും ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട് എന്ന് നാം പറയും. അപ്പൊ ആദം ആദ്യത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അൽ ഇൻസാന്റെ ആദ്യത്തെ ആള് ഇതേ അർത്ഥം വെക്കാൻ പറ്റുകയുള്ളൂ. സയൻസിന്റെ അനുസരിച്ചുള്ള മനുഷ്യന്റെ തുടക്കക്കാരൻ ആദമല്ല. ആദം ഇന്നും ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പേ സയൻസിന്റെ അനുസരിച്ചുള്ള മനുഷ്യൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥം വെക്കേണ്ടി വരും. അൽ ഇൻസാൻ എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തി തന്ന ആ വിഭാഗം അതിന് അല്ലാഹു തആല മറ്റൊരു പര്യായ പദം പറഞ്ഞത് ബനു ആദം എന്നാണ്. ആണല്ലോ, ആദമിന്റെ മക്കൾ. അല്ലാഹു തആല മനുഷ്യൻ എന്ന പദപ്രയോഗത്തിന് ഫിറ്റായ വാക്കൊന്നും അല്ല ഖുർആൻ ശരീഫിൽ പറഞ്ഞിരിക്കുന്നത്. അൽ ഇൻസാൻ എന്ന വാക്കിന് മനുഷ്യൻ എന്ന അർത്ഥം വെച്ചത് നമ്മുടെ വകയാണ്. ബനു ആദം എന്ന വാക്കിന് മനുഷ്യൻ എന്ന അർത്ഥം വെച്ചത് നമ്മുടെ വകയാണ്. ബനു ആദം എന്ന വാക്കിന് ആദമിന്റെ മക്കൾ എന്നേ അർത്ഥമുള്ളൂ. അൽ ഇൻസാൻ എന്ന വാക്കിന് മറവി നൽകപ്പെട്ടവൻ എന്നേ അർത്ഥമുള്ളൂ. ഇതെല്ലാം മനുഷ്യനെയാക്കി മാറ്റിയത് ആരാ? മലയാളികളായ നമ്മളാണ്. അതുകൊണ്ടാണ് മനുഷ്യനെയും മനുഷ്യനുമായി ബന്ധപ്പെട്ട ആദർശത്തെയും നമുക്ക് മനസ്സിലാകാതെ പോയതും. സയൻസിന്റെ ഇൽമ കടന്നു വന്നപ്പോൾ നുബുവത്തിന്റെ ഇൽമ മൊല്ലമാർക്ക് കൈകാര്യം ചെയ്യാനുള്ള ജപമായി മന്ത്രവാദമായിട്ട് മാത്രം പരിണമിച്ചതും അതുകൊണ്ടാണ്. അതിനെപ്പറ്റി പറഞ്ഞവരെ കുറെ പറയേണ്ടി വരും. എന്റെ ഇൽമ വന്ന വഴി
15-ാം നൂറ്റാണ്ടിൽ കുരിശ് വിപ്ലവം വിജയിച്ചതിന് ശേഷം സമൂഹത്തിന്റെ മേൽ മതേതരത്വം അടിച്ചേൽപ്പിക്കുവാൻ ഒരു അറിവ് ആവശ്യമാണ്. അറിവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അറിവിന്റെ അടിസ്ഥാനത്തിൽ നുബുവത്തിന്റെ വഴിയാണ് അതുവരെയും നിലവിലുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ വരെയും നുബുവത്തിന്റെ വഴിയാണ് അറിവിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ കുരിശ് വിപ്ലവം വിജയിക്കുകയും 16-ാം നൂറ്റാണ്ടിൽ മതമില്ലാത്തൊരു ലോകത്തെ ഉണ്ടാക്കിയെടുക്കാൻ യൂറോപ്പ് മെനക്കെടുകയും ചെയ്തപ്പോൾ അവർ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത് വസ്തുക്കളുമായി ബന്ധപ്പെട്ട അറിവിനെയും മനുഷ്യന്റെ ആ വഴിക്കുള്ള ചിന്തകളെയും അതുകൊണ്ടാണ് നുബുവത്തിന്റെ ഇൽമനുസരിച്ചുള്ള ഗവേഷകന്മാർക്കും ബുദ്ധിജീവികൾക്കും അഡ്രസ് കിട്ടാതെ വരികയും സയൻസിന്റെ ഇൽമനുസരിച്ച് ചിന്തിക്കുന്ന വിദ്വാൻമാർക്ക് വലിയ വലിയ അഡ്രസ്സും വലിയ വലിയ ചരിത്ര രേഖകളും അവർക്ക് യൂറോപ്പ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാൻ കാരണം അതാണ്. രണ്ടും രണ്ട് വഴിക്ക് ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കും. നമ്മൾ പറയും പിന്നെ ഇസ്ലാം അറബികളാണ് സയൻസ് കണ്ടുപിടിച്ചത്, അറബികളാണ് ആരോഗ്യശാസ്ത്രം കണ്ടുപിടിച്ചത്, അറബികളാണ് ഗോളശാസ്ത്രം കണ്ടുപിടിച്ചത്, അറബികളാണ് കെമിസ്ട്രി കണക്ക് കണ്ടുപിടിച്ചത്. ഇങ്ങനെയെല്ലാം നമ്മൾ അങ്ങനെ പറഞ്ഞു തീർക്കലേ ഉള്ളൂ. ഇത് എവിടുന്നാണ് വഴി മാറിയതെന്നോ വഴി മാറാൻ കാരണം എന്താണെന്നോ അതിനെപ്പറ്റി ഒന്നും ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല, എഴുതാറില്ല, പറയാറില്ല. കാരണം നമുക്കിവിടെ ഇഷ്ടം പോലെ വിഷയങ്ങളുടെ ചർച്ച ചെയ്യാൻ, ജനാപത്ത് കുളി, ആയുധ കുളി, നിഫാസ് കുളി, മുറിയുന്ന കാര്യങ്ങള്, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങള്, ഇതൊക്കെ ചർച്ച ചെയ്താലും തീരാത്തൊരു സമുദായമായിട്ട് നാം മാറിയപ്പോൾ ഇത്തരം വിഷയങ്ങളെ പറ്റി ചിന്തിക്കാനൊന്നും നമുക്ക് സമയം കിട്ടാതെ പോയി. എത്രയോട് കാര്യം. ഇപ്പൊ വയറെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. വയലായി അംഗീകരിക്കണമെങ്കിൽ വയസ്സുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും വയലായി അംഗീകരിക്കണമെങ്കിൽ ജനാപത്ത് കുളി പറയണം, നിഫാസ് കുളി പറയണം, ആയുധ കുളി പറയണം, ജനാപത്ത് ഉണ്ടാകുന്ന കാരണങ്ങൾ പറയണം, അത് കുളിക്കുന്ന രീതികൾ പറഞ്ഞു കൊടുക്കണം, മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, കൈകെട്ടുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കണം, കുനുത്തോന്ന സമയം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇത് മാത്രം ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും എന്തായിട്ടെന്ന് പറയുമ്പോ കർമ്മശാസ്ത്ര രംഗത്ത് സജീവമായി ചർച്ച ചെയ്യലാണ് ഇസ്ലാം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. ഇനി കുറച്ചും കൂടി കാലം കഴിയും ആ സ്ഥാനത്ത് മറ്റൊന്ന് സ്ഥാപിക്കണമെങ്കിൽ. കുറച്ചു കാലം ഇങ്ങനെ തന്നെ പോകും. ആരെന്തോ അല്ലെങ്കിൽ തന്നെ കൈകെട്ടേണ്ട സ്ഥലം തീരുമാനിക്കാനും കുന്നൂത്തോതേണ്ട സമയം തീരുമാനിക്കാനും യുദ്ധം തുടങ്ങിയിട്ട് കൊല്ലം 100 1920-കളിൽ തുടങ്ങിയതാണ് സംഘടിച്ചുകൊണ്ടുള്ള മത്സരം. 1920. അതിനു മുമ്പ് വ്യക്തികൾ കേന്ദ്രമാക്കിക്കൊണ്ടായിരുന്നു ആദർശ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. അല്ലേ? കേരളക്കാരായ നമുക്ക് അങ്ങനെയാണ് ഉണ്ടായത്. ആദർശ പ്രസ്ഥാനം വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായതാണ്. വെളിയങ്കോട്ട് ഉമർ ഖാദി, അതേപോലെ തന്നെ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം, അതേപോലെ തന്നെ ആലി മുസ്ലിയാർ. പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അതേപോലെ തന്നെ ഇസുദ്ദീൻ മൗലവി, അതേപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. ഈ അടുത്ത കാലം വരെയും വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. അവിടെ നിന്ന് 1920-കൾക്ക് ശേഷമാണ് സംഘടനാ സ്വഭാവം ഉണ്ടാകുന്നത്. ഇങ്ങനെ വിചിത്രമായ സ്വഭാവം സംഘടനകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. കേരളത്തിൽ ജനിച്ചു വന്ന സംഘടനകൾ വേറെ, കേരളത്തിന്റെ വെളിയിൽ നിന്ന് വന്ന സംഘടനകൾ പ്രസ്ഥാനങ്ങൾ വേറെ. കേരളത്തിൽ ജനിച്ചു വന്നതാണ് കേരള ജമിയത്തുൽ ഉലമ, ഇന്ന് നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സംഘടന. അത് കഴിഞ്ഞിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സുന്നികളുടെ പണ്ഡിത സംഘടന. അത് കഴിഞ്ഞിട്ട് അഖില കേരള ജമിയത്തുൽ ഉലമ സാധനം ഉണ്ടായിരുന്നു, അത് പകുതിക്കൊന്ന് മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ, സദഖത്തുള്ള മൗലവിന്റെ നേതൃത്വത്തിൽ പിന്നെ കർമ്മശാസ്ത്ര കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സംഘടന. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുന്നി ജമിയത്തുൽ ഉലമ ഇപ്പൊ അടുത്ത കാലത്തായി ഉണ്ടായത്. കേരളത്തിന് വെളിയിൽ നിന്ന് കടന്നു വന്ന 2 പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, മറ്റേത് തബ്ലീഗ്. ഇവ രണ്ടും കേരളത്തിന്റെ വെളിയിൽ നിന്ന് വന്നതാണ് കേരളത്തിലേക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടിന്റെയും സ്വഭാവം ഒന്ന് വേറെ, മറ്റ് സംഘടനകളുടെ സ്വഭാവം ഒന്ന് വേറെ. ഇതൊക്കെ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന വിഷയമാണ്. എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയാൽ 1920-കൾക്ക് ശേഷം 90 കൊല്ല കാലം, 90 കൊല്ലത്തിന്റെ ഇടയിലുള്ളതാണ്. ഈ 90 കൊല്ലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൈകെട്ടേണ്ടത് എവിടെയാണ്, ഗുരുത്വം എപ്പോഴാണ് കൈകെട്ടേണ്ടത് എവിടെയാണ്, ഗുരുത്വം എപ്പോഴാണ് കൈകെട്ടേണ്ടത് എവിടെയാണ്, ഗുരുത്വം എപ്പോഴാണ്. 90 കൊല്ലമായി ഇപ്പോഴും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചർച്ച വന്നുകൊണ്ടിരിക്കുക. ഇതേ പോക്ക് പോയ 1500 കൊല്ലം ചർച്ച ചെയ്താലും തീരുമാനത്തിലെത്തൂല. കാരണം ഒരു കൂട്ടക്കാർ പുറത്ത് കിടക്കുന്നുണ്ട്, ഒരു കൂട്ടക്കാർ വെളിയിൽ കിടക്കുന്നുണ്ട്. ഓർഗനലിസ്റ്റുകളും സയനിസ്റ്റുകളും ക്രിസ്തീയ സമൂഹത്തിന്റെ നേതൃത്വമേറ്റ്
ക്രിസ്തീയ സമൂഹത്തിന്റെ മിഷണറി നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഓറിയന്റലിസ്റ്റുകളും ജൂത സമൂഹത്തിന്റെ മിഷണറിസം ഏറ്റെടുത്തുകൊണ്ട് സയനിസവും, ഇവർ രണ്ടുപേരും ഒന്നിച്ചു കൂടിയിരുന്ന് ഈ കൈകെട്ടുന്ന കാര്യം കുനുത്തോന്ന കാര്യം തമ്മിൽ 1000 കൊല്ലം ചർച്ച ചെയ്യാൻ പാകത്തിൽ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയുമാണ് അവർ. കാരണം അവർക്കറിയാം ഈ ഉമ്മത്ത് ഈ കൈകെട്ടലും കുനുത്തോതലും പറഞ്ഞിട്ട് ജീവിച്ചാൽ ഒരിക്കലും ഈ ലോകത്തിന്റെ മുമ്പിൽ ആദർശം യാഥാർത്ഥ്യമായി പൂവണിയുകയില്ല എന്ന് അവർക്കറിയാം. ഇസ്ലാം എന്ന വ്യവസ്ഥിതി ലോകത്ത് മനസ്സിലാകുന്ന കാലം വന്നാൽ ഇവിടെ ജൂതായിസത്തിനോ ക്രിസ്ത്യാനിസത്തിനോ മറ്റ് ഇസങ്ങൾക്കോ പ്രസക്തിയില്ലെന്നും ഭൂലോകത്തിന്റെ ചെങ്കോൽ അവരെ കയ്യിലായി തീരുമെന്ന് ചരിത്രത്തിന്റെ ഇന്നലകളെ വെച്ചുകൊണ്ട് പഠിച്ച അവർ ഒരിക്കലും ഇസ്ലാം മുസ്ലിമീങ്ങളുടെ കയ്യിൽ കിട്ടാതെ കുറെ കർമ്മപരമായ കാര്യങ്ങളുമായിട്ട് ഇവർ ഉരുണ്ട് കഴിയണം ലോകാടിസ്ഥാനത്തിൽ എന്ന നിർബന്ധം അവർക്കുണ്ട്. അതിന് ചില്ലറ കോടി ഡോളറല്ല അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, ചില്ലറ ലക്ഷം മിഷണറിയെ അല്ല അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 250 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ദുനിയാവിലുണ്ട്. ഒരു മുസ്ലിമിന് ഒരാള് വീതം ഓറിയന്റലിസ്റ്റുകളും സൈനിസ്റ്റുകളും ഭൂലോകത്തിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ സമൂഹം അനുഷ്ഠാന കാര്യങ്ങളിൽ ഒരൈക്യത്തിലെത്തി ആദർശ കാര്യത്തിൽ തീവ്രമായ മുന്നേറ്റം നടത്തുന്നവരാകാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ മുഖാമുഖങ്ങളും സംവാദങ്ങളും കർമ്മപരമായ കാര്യങ്ങളിലുള്ള തീവ്രതകളും അല്ലാഹുവല്ലാത്ത ശക്തി വ്യക്തി വസ്തുക്കളെ സ്ഥാപിക്കുന്ന വിഷയത്തിൽ പഴയകാല ആര്യ രാജാക്കന്മാരെ പോലെ ദ്രാവിഡ രാജാക്കന്മാരെ പോലെ മുസ്ലിമീങ്ങൾ മത്സര ബുദ്ധിയ മുന്നേറുന്നതും ഒക്കെ തുടരും. അങ്ങനെ ആര്യ രാജാക്കന്മാരും ദ്രാവിഡ രാജാക്കന്മാരും അവരവരുടെ ദേവീ ദേവന്മാരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിഷ്ഠിക്കുകയും ഫണ്ട് ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ഫണ്ടുകൾ ആ വഴിക്ക് തിരിച്ച് സാധാരണക്കാരായ പെണ്ണുങ്ങളെ ഈ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവീ ദേവന്മാരുടെ കോവിലുമായി ബന്ധപ്പെടുത്തി ആത്മീയ ദാഹം തീർക്കാൻ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ഇത്തരം ആവിഷ്കാരങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ ദ്രാവിഡ ആര്യ രാജാക്കന്മാർ ആയിരക്കണക്കിന് കൊല്ലം രാജ്യം സുഖസുന്ദരമായി ഭരിച്ചെടുത്തു. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലെ വസന്തം തീർന്നപ്പോൾ അഥവാ 4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ 1, 2, 3, 4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 5-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ അധികാരം വന്നു ചേരുകയും അധികാരത്തെ രാജവൽക്കരിക്കപ്പെടുകയും പണ്ഡിതന്മാർ പുരോഹിതവൽക്കരിക്കപ്പെടുകയും അധികാരം നിലനിർത്താൻ പണ്ഡിതന്മാരെ ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ പഴയകാല ആര്യ ദ്രാവിഡ രാജാക്കന്മാരെ പോലെ സാധാരണക്കാരായ ജനത്തിന്റെ വിശ്വാസക്കുറവിനെയും അവരുടെ വിവരക്കേടിനെയും ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒരു ഭാഗത്ത് തളച്ചിട്ടാൽ അധികാരിവർഗത്തിന് സുഖസുന്ദരമായി രാജ്യം ഭരിക്കാം എന്ന ചിന്തയിൽ നിന്ന് പഴയകാല ഈ ദ്രാവിഡ ആര്യ സമൂഹം ബിംബങ്ങളെ നിർമ്മിച്ച് സാധാരണക്കാരന്റെ ആത്മീയദാഹം തീർക്കാൻ മെനക്കെട്ടതുപോലെ 6-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യയിൽ നിന്ന് ആരംഭിച്ച ജാറങ്ങളെ നിർമ്മാണം ഔലിയാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജാറങ്ങളെ നിർമ്മിക്കുകയും ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് ഖജനാവിൽ നിന്ന് അതിനായി ഫണ്ടുകൾ നീക്കിവെക്കുകയും പൗരോഹിത്യത്തിന്റെ സപ്പോർട്ടോടെ ജാറം കേന്ദ്രമാക്കിക്കൊണ്ട് സാധാരണക്കാരായ പെണ്ണിനെ അങ്ങോട്ട് തളച്ചു വിട്ടാൽ അധികാരത്തിൽ കയറിയിട്ട് ഇവര് കളിക്കുകയില്ല എന്ന വേദനിച്ചറിവ് ദ്രാവിഡ ആര്യ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത മുസ്ലിം രാജാക്കന്മാർ ആ രീതിയിൽ പേർഷ്യ മധ്യ പൗരസ്ത്യ ദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് പകരം ഔലിയാക്കളെ ഖബർ കേന്ദ്രമാക്കി സാധാരണക്കാരായ മനുഷ്യന്റെ മനസ്സിനെ തളച്ചിട്ട് അധികാരം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി ഇപ്പോഴും തുടരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അജ്മീർ ഷെരീഫിനെ ഇത്രയും വലിയ കേന്ദ്രമാക്കിന്റെ പിറകിലെ വികാരം എന്താ? ബ്രിട്ടീഷുകാരൻ ഹസ്രത്ത് ഖാജ നിസാമുദ്ദീൻ വലിയുള്ളാഹിന്റെ ജാറം ഇത്രയും വിപുലമാക്കുന്നതിന്റെ പിറകിലുള്ള വികാരം എന്താ? ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്ന ജാറങ്ങളിൽ ഗവൺമെന്റുകൾക്ക് നല്ല സ്വാധീനവും ആ ഗവൺമെന്റുകൾ നല്ലൊരു ഫണ്ട് ആ വഴിക്ക് തിരിച്ചുവിട്ട് പുരോഹിതന്മാരെ സാധാരണക്കാരന്റെ മനസ്സിനെ മാറ്റിയെടുത്ത് ജാറവുമായി ബന്ധിപ്പിച്ച് അവരെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ച് തളച്ചിട്ടാൽ അധികാരികൾക്ക് കിട്ടുന്ന നേട്ടം എന്തിനെ സംബന്ധിച്ചും ഇത്ര വലിയ ചർച്ചകൾ നടന്നത് എന്തുകൊണ്ടാണ്?
മധ്യ പൗരസ്ത്യ ദേശങ്ങളിൽ ഇറാൻ കേന്ദ്രമാക്കിക്കൊണ്ട് ഷിയാ സമൂഹത്തിന്റെ കൈകളിലൂടെ ജാറ നിർമ്മാണം ഏതാണ്ട് 6-7 നൂറ്റാണ്ട് കാലം നടക്കുകയും അത് തുടരുകയും ഹിജറാബ്ദം 11-12 നൂറ്റാണ്ട് കാലം അതിനെതിരായിട്ട് ശക്തമായ ആദർശ ചിന്തകൾ കടന്നു വരിക